കുംഭമേളയോടനുബന്ധിച്ച് പങ്കെടുക്കുന്ന വിവിധ അഖാഡകളെക്കുറിച്ച് വിശദീകരിച്ച് തരുമോ? അറിയില്ല കേട്ടോ, അറിയാത്ത വിഷയമാണ്. കുറേ അഖാഡകൾ ഉണ്ട് എന്നൊക്കെ അറിയാം. നമ്മളൊരു നിരഞ്ജനി അഖാഡയിൽപ്പെട്ട ആളാണെന്നും അറിയാം. എന്നല്ലാതെ ഇന്ന് വരെ നിരഞ്ജനി അഖാഡ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് സ്വാമി നിങ്ങൾ നിരഞ്ജനി അഖാഡയുടെ ആളാന്ന് പറയണത്? കൈലാസാശ്രമത്തിൽ നിന്ന് സന്യാസദീക്ഷ സ്വീകരിക്കുന്നവർക്കൊക്കെ നിരഞ്ജനി അഖാഡ അംഗത്വം നൽകും. ഏറ്റവും വലിയ അഖാഡ ജൂന അഖാഡയാണ് അംഗസംഖ്യ കൊണ്ട്. 13ഓളം അഖാഡകൾ ഇപ്പോൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. എല്ലാ അഖാഡകൾക്കും ഒരു ആചാര്യ മഹാമണ്ഡലേശ്വരൻ ഉണ്ടാവും, അതിന് താഴെ മണ്ഡലേശ്വരന്മാരുണ്ടാവും, അതിന് താഴെയാണ് അംഗീകൃത മഠാധിപതികൾ. ഇതൊരു ബന്ധാവ്. വേറൊരു ബന്ധാവിൽ ഇതേ ആചാര്യ മഹാമണ്ഡലേശ്വരൻ്റെ കീഴിൽ തന്നെയാണ് നാഗബാബമാരൊക്കെ ഉണ്ടാവും. എല്ലാ അഖാഡകളുടെയും തലപ്പത്ത് ആചാര്യ മഹാമണ്ഡലേശ്വരൻ ഉണ്ടാവുക. കൂടുതൽ അവരുടെ വിവരങ്ങളും പേരുകളും ഒന്നും എനിക്കറിയില്ല. അങ്ങനത്തെ വിഷയങ്ങളിലൊന്നും ഏറെ പങ്കെടുക്കുകയുണ്ടായിട്ടില്ല, ഒട്ട് അഭിരുചിയും ഇല്ല ഉള്ളത് പറയണമല്ലോ. അപ്പോൾ സ്വാമി കുംഭമേളയ്ക്കൊന്നും പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. അത് ചില മീറ്റിങ്ങുകൾ അതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കപ്പെടുമ്പോൾ പങ്കെടുക്കണം എന്നുള്ള ഉത്തരവാദിത്തമുള്ളതുകൊണ്ട് പോയതാണ്. അല്ലാതെ സത്യം പറയാൻ, തുറന്നു പറയണില്ല, അതിലൊരു അഭിരുചി ഇല്ല. അത് ശ്രേഷ്ഠാട്ടോ, അത് വളരെ ശ്രേഷ്ഠമാണ്, അതിന് അങ്ങേയറ്റം നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷെ അത്തരം ബഹളങ്ങളിലൊന്നും പോകാൻ വലിയൊരു താല്പര്യം ഇല്ല, അതാണ് സത്യം. വലിയ പുരുഷാരല്ലേ.